എംബാപ്പെ PSG വിട്ടപ്പോൾ വീണ്ടും ഇതുപോലെ തിരിച്ചടികൾ പ്രതീക്ഷിച്ചു കാണില്ല. പഴയ ക്ലബിന് മുമ്പിൽ എംബാപ്പെ നാണം കെട്ടി നിൽക്കുമ്പോൾ കളിക്കളത്തിൽ ഉടനീളം അയാളുടെ അമർഷം കാണുന്നുണ്ടായിരുന്നു. PSG വിട്ട് എംബാപ്പെ കരുത്തരായ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്കാണ് എത്തിയത്. പക്ഷേ അവിടെയും തോൽവികൾ മാത്രമാണ് ഇപ്പോൾ കൂട്ടിനായുള്ളത്. ക്ലബ്ബ് ലോകകപ്പ് സെമിഫൈനലിൽ PSG-യും റയലും ഏറ്റുമുട്ടിയപ്പോൾ വിജയം PSG-ക്കൊപ്പമായിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡിനെ തകർത്ത് PSG ക്ലബ്ബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ എത്തി നിൽക്കുന്നു. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന സെമിഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് റയലിനെ PSG തോൽപ്പിച്ചത്. മധ്യനിര താരം ഫാബിയൻ ലൂയിസ് 2ഉം ഉസ്മാൻ ഡെംബലെ, ഗോൺസാലോ റാമോസ് എന്നിവർ ഓരോ ഗോൾ വീതവും നേടിയിരുന്നു. മത്സരം ഉണരും മുമ്പേ 6-ാം മിനിറ്റിൽ ലൂയിസിന്റെ കിടിലൻ ഗോളിൽ റയൽ വിറച്ചു. ഞെട്ടൽ മാറും മുമ്പേ 9-ാം മിനിറ്റിൽ ഡെംബലെയും സ്കോർ ചെയ്തു. 24-ാം മിനിറ്റിൽ ലൂയിസ് വീണ്ടും റയലിന്റെ വല കുലുക്കി. മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് ശേഷിക്കെയാണ് റാമോസ് ഗോൾ വീണ്ടും നേടിയത്. മത്സരത്തിൽ സമ്പൂർണമായ ആധിപത്യം പുലർത്തിയാണ് ഫ്രഞ്ച് വമ്പന്മാർ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. മത്സരത്തിന്റെ 69% സമയവും PSG-യിലായിരുന്നു പന്ത് കൈവശമുണ്ടായിരുന്നത്. വെറും 2 ഷോട്ടുകൾ മാത്രമാണ് റയലിന് പോസ്റ്റിലേക്ക് തൊടുക്കാൻ സാധിച്ചത്. പ്രതിരോധ നിര മൊത്തത്തിൽ പരാജയപ്പെട്ടപ്പോൾ കിലിയൻ എംബാപ്പെ നയിക്കുന്ന മുന്നേറ്റ നിരയും നിറം മങ്ങിയിരുന്നു. 7 സീസണിൽ കളിച്ച് 256 ഗോളുകൾ നേടിയ തന്റെ പഴയ ക്ലബ്ബായ PSG-ക്കെതിരെ വമ്പൻ തോൽവി റയൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് തിരിച്ചടിയായി. മത്സരത്തിൽ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായിരുന്നു എംബാപ്പെ. മത്സരത്തിനിടെ പലവട്ടം എംബാപ്പെ അസ്വസ്ഥനാവുന്നതും ഗ്രൗണ്ടിൽ കാണാമായിരുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാം പാസ് നൽകാത്തതിനെ ചൊല്ലി എംബാപ്പെ സഹതാരങ്ങളോട് കയർക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. എൻറിക്കയുടെ കീഴിൽ ക്ലബ്ബ് ലോകകപ്പ് പൊൻതൂവൽ കൂടെ ചേർക്കാൻ മികച്ച ഫോമിലുള്ള PSG-ക്ക് നിസ്സാരം തന്നെയായിരിക്കും. സൂപ്പർ താരങ്ങളായ എംബാപ്പയും മെസ്സിയും നെയ്മറും ഒരുമിച്ച് ടീമിലുണ്ടായിട്ടും നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിലൂടെ PSG സ്വന്തമാക്കിയത്. ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ചെൽസിയാണ് PSG-യുടെ എതിരാളികൾ.